ടാറ്റ കർവ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു കോമ്പാക്റ്റ് കൂപ്പേ ഡിസൈൻ SUV ആണ് ടാറ്റയുടെ കർവ്. ഇപ്പോൾ റീസെൻ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാളം ആർട്ടിക്കിൾസാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫൈനലി റിവീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ ലോഞ്ചിങ് ഡേറ്റ്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 7 വണ്ടി ലോഞ്ച് ആകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കണ്ടാൽ അതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചൊന്നല്ല. ഇപ്പോൾ നമ്മൾ ടാറ്റയുടെ ഭാഗത്ത് നിന്ന് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ടാറ്റ റീസെൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നിങ്ങളിപ്പം കുറേ സ്പൈ ഇമേജസ് ഒക്കെയാണ് ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലെല്ലാം ധാരാളം സ്പൈ ഇമേജസ് വന്നിട്ടുണ്ട്. വണ്ടി ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോസും ധാരാളം വന്നിട്ടുണ്ട്. അത് വന്നിട്ട് നമ്മുടെ ഇപ്പം താർ ഡെസേർട്ടിൽ ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ട്, ഹിമാലയത്തിൽ ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്, അങ്ങനെ പല പല വീഡിയോസ് വരുന്നുണ്ട്. അപ്പം ഫൈനലി ടാറ്റ വന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിപ്പോൾ വീഡിയോസും നിങ്ങൾ ആർട്ടിക്കിൾസും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ എന്താ പറയുക ഞങ്ങൾ തന്നെ സ്വയമായിട്ട് തന്നെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ പുറത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുതിയ ആർട്ടിക്കിൾ പുറത്ത് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫൈനലി ഗുഡ് ന്യൂസാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ മാസം, അതായത് ജൂലൈ 19 ടാറ്റ അവിടെ പ്രൊഡക്ഷൻ റെഡി വെഹിക്കിൾ അവർ ഫൈനലി ലോഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഒഫീഷ്യൽ ലോഞ്ച് വന്നിട്ട് ഓഗസ്റ്റ് 7 ഉണ്ടാവുള്ളൂ. പക്ഷേ വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസ്, അതായത് എങ്ങനെയാണ് പ്രൊഡക്ഷൻ റെഡി വെഹിക്കിൾ ഇരിക്കുക എന്നുള്ള കാര്യങ്ങൾ ജൂലൈ 19 അറിയാൻ പറ്റും. ടാറ്റയുടെ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാത്തിരിപ്പ് അവസാനിച്ചു. ടാറ്റയുടെ കർവ് ആക്ച്വലി കുറേ ആൾക്കാർ നോക്കുന്നുണ്ടായിരുന്നു. 2024 ഓട്ടോ എക്സ്പോ കാണിച്ചപ്പോൾ തൊട്ട് ഇത്രയും ബുക്കിംഗ്സ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത വണ്ടിയാണ് ടാറ്റയുടെ കർവ്. അപ്പോൾ കുറേ ആൾക്കാർ കാത്തിരിപ്പുണ്ട്. അപ്പോൾ അവർക്കെല്ലാം സന്തോഷ വാർത്തയാണ്. അപ്പോൾ ഈ വരുന്ന ഓഗസ്റ്റ് 7 ഫൈനലി വണ്ടി ലോഞ്ച് ആവും. അതിന് മുന്നേ ആയിട്ട് ജൂലൈ 19 വണ്ടി അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരികയാണ്. അതായത് പ്രൊഡക്ഷൻ റെഡി വെഹിക്കിൾ എങ്ങനെയാണെന്നുള്ളത് ആ സമയത്ത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ടാറ്റയുടെ കർവ് നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടി വരുന്നത് 3 പ്ലാറ്റ്ഫോംസിലാണ് വണ്ടി വരുന്നത്. അതായത് പെട്രോൾ വെഹിക്കിൾ ഉണ്ടാവും, ഡീസൽ ഉണ്ടാവും, അതുപോലെ ഇലക്ട്രിക് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതിൽ വേറെ കൺഫർമേഷൻ വന്നിട്ടുള്ളത് ആദ്യമായിട്ട് ഇറക്കാൻ പോകുന്നത് EV സെഗ്മെൻറ്റിലായിരിക്കും. അതായത് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ടാറ്റ കർവ് ആയിരിക്കും നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത്. ഇപ്പം ഓൺലൈൻ മീഡിയ നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാളം ന്യൂസസ് വരുന്നുണ്ട്. അത് പല ടൈപ്പ് ന്യൂസ് വരുന്നുണ്ട്. ഇപ്പോൾ അറിയാൻ പറ്റുന്ന നമുക്ക് പെട്രോൾ വെഹിക്കിൾ ആണെങ്കിൽ 1.2 ലിറ്ററിൻ്റെ ടർബോ എഞ്ചിൻ ആയിരിക്കും എന്ന് പറയുന്നു. അതുപോലെ ഡീസൽ ആണെങ്കിൽ 1.5 ലിറ്ററിൻ്റെ എഞ്ചിൻ ആയിരിക്കും എന്ന് പറയുന്നു. അതുപോലെ ഇലക്ട്രിക് ആണെങ്കിൽ 55 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള 550 റേഞ്ച് എന്ന വണ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും കൺഫേംഡ് ന്യൂസ് അല്ല. എന്തായാലും നമുക്ക് ഓഗസ്റ്റ് 7 കാത്തിരിക്കാം. അല്ലെങ്കിൽ ജൂലൈ 19 നമുക്ക് അറിയാൻ പറ്റും വണ്ടി എങ്ങനെയാണ്, ഏത് ഷേപ്പിലാണ്, എല്ലാ സമയത്ത് അറിയാൻ പറ്റും. പക്ഷേ ടെക്നിക്കൽ കാര്യങ്ങൾ ആ സമയത്ത് റിവീൽ ചെയ്യുമോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്ന മുറിക്കാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ മാസം 19 നമുക്കൊരു പ്രൊഡക്ഷൻ റെഡി വെഹിക്കിൾ കാണാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് അറിയാൻ പറ്റും, എങ്ങനെയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്ന നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ പ്രസ് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അതിനൊപ്പം തന്നെ വേറൊരു ന്യൂസ് ആർട്ടിക്കിൾസ് പുറത്തു വന്നിട്ടുള്ളത് ടാറ്റയുടെ പല ഷോറൂംസും അൺഒഫീഷ്യലി അതിൻ്റെ ബുക്കിംഗ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കൺഫേംഡ് ന്യൂസ് അല്ല. അപ്പോൾ അത് പറയുന്നത് 21,000 നിങ്ങൾക്ക് കൊടുത്തിട്ട് നിങ്ങൾ വണ്ടി പ്രീ ബുക്ക് ചെയ്യാൻ ഓപ്ഷൻ ചില ഷോറൂംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഞാൻ ന്യൂസ് ആർട്ടിക്കിൾസ് കുറേ കണ്ടതെല്ലാം പറയുന്നത് നോർത്തിലെ കുറേ സ്ഥലത്താണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നിയറസ്റ്റ് നിങ്ങളുടെ ഷോറൂമിൽ നിന്ന് കോൺടാക്ട് ചെയ്യാൻ അവർ കറക്റ്റ് പറഞ്ഞു തരും. കാരണം ഒഫീഷ്യലി ഒന്നും അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല. പക്ഷേ അൺഒഫീഷ്യലി ബുക്കിംഗ്സ് എടുത്ത് തുടങ്ങിയെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ 21,000 കൊടുത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രീ ബുക്ക് ചെയ്യാമെന്നും ആ ആർട്ടിക്കിൾസ് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കൺഫേംഡ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും നിങ്ങൾ ഷോറൂംസ് എവിടെയും ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് നോക്കാം. അപ്പോൾ ഒഫീഷ്യലി നമുക്ക് അത് അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും പ്രീ ബുക്കിംഗ്സ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും വണ്ടി എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ മാക്സിമം എത്തിക്കുക. അവർക്ക് തീർച്ചയായും ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ആദ്യത്തെ വണ്ടി എടുക്കാനായിരിക്കും നല്ലത്. കാരണം വേറെ ഒന്നുമല്ല, ആദ്യത്തെ വണ്ടിക്ക് അത് കുറേ ഇഷ്യൂസ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഫസ്റ്റ് പ്രൊഡക്ഷൻ വെഹിക്കിൾ എന്നൊക്കെ പറയുമ്പോൾ അവരും കുറേ കാര്യങ്ങളൊക്കെ അതിലാണ് പഠിക്കുന്നത്. കാരണം ഫസ്റ്റ് വെഹിക്കിൾസ് ഇഷ്യൂസ് ധാരാളം ഉണ്ടാവും. അപ്പോൾ പേഴ്സണലി എൻ്റെ ഞാൻ പറയും എടുക്കേണ്ടെന്നേ ഫസ്റ്റ് പറയാറുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്, നിങ്ങൾക്ക് താല്പര്യം എടുക്കാം. അപ്പോൾ കുറേ ആൾക്കാർ ഫസ്റ്റ് വണ്ടി എടുക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് ആക്ച്വലി അത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. പക്ഷേ എന്തായാലും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ആദ്യത്തെ സ്ലോട്ടിൽ നിന്ന് വണ്ടി എടുക്കാതിരിക്കാൻ നല്ലത്. നോക്കിയിട്ട് പെർഫോമൻസ് എങ്ങനെ നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ടാറ്റ ആക്ച്വലി ടോപ്പൊക്കെയാണ്. പക്ഷേ എന്നാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, എങ്ങനെ ഇറങ്ങിയ ശേഷം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ചാണെന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് ആക്ച്വലി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടാതെ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇവിടെ ചാനൽ അതുമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.